മലപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ തിരൂർ ചെമ്പിക്കൽ പരിധിയിൽ ലോറി കോറിക്കുളത്തിലേക്ക് വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ക്ലീനറെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറത്തെടുക്കാനുള്ള ശ്രമം മണിക്കൂറുകളായി തുടരുകയാണ്. സായികുമാർ കൂടി ചേരുകയാണ്. സായി, ഏറെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. നോക്കൂ, ആ ക്രെയിനിൽ നിന്നുള്ള കയർ ഘടിപ്പിക്കാൻ പോലും ഇത്രയധികം സമയമായിട്ടും കഴിഞ്ഞിട്ടില്ല. ലോറിയിൽ ഘടിപ്പിക്കാനായിട്ടില്ല. ലോറി ഉയർത്താതെ കുടുങ്ങിക്കിടക്കുന്നയാളെ രക്ഷിക്കാനും കഴിയില്ല. നേരത്തെ നമ്മളോട് സംസാരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറഞ്ഞത് അതാണ്. ലോറി ഉയർത്താതെ ഇയാളെ രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്. ഇപ്പോൾ നേരം ഇരുട്ടാൻ പോവുകയാണ്. ഏറെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ എന്ന് തന്നെ പറയണം. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ്. എത്രയും പെട്ടെന്ന് ലോറി ഉയർത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, അങ്ങേയറ്റം നിർണായകമായിട്ടുള്ളൊരു ഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ സമയം ഏകദേശം 5 മണിക്കൂറോളം അടുക്കുന്നു ആ ലോറി ആ വെള്ളത്തിനടിയിൽ ആയിട്ട്. അതിനെ പുറത്തേക്ക് എത്തിക്കാൻ പൊക്കി ഉയർത്താനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ്. അങ്ങേയറ്റം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ഇതിനോടകം ആകാശ ദൃശ്യങ്ങളിലടക്കം കാണുകയും ചെയ്തു. ചെറിയൊരു റോഡ്, അതിന് വശത്ത് ഒരു സുരക്ഷാ വേലിയൊന്നും ഇല്ലാത്ത ഒരു പ്രദേശത്താണ് ഈ ക്വാറിയുള്ളത്. അവിടെയാണ് ഈ അപകടം നടന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ ലോറി അതിലേക്ക് പതിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. എങ്ങനെ ഈ അപകടം നടന്നു എന്നടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ആ വെള്ളത്തിൽ ഇപ്പോഴും ഒരു മനുഷ്യനുണ്ട്, ആ വാഹനമുണ്ട്. ആ മുസ്തഫ എന്ന ക്ലീനർക്ക് വേണ്ടി അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം കഠിനമായ പരിശ്രമമാണിപ്പോൾ അവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മുങ്ങൽ വിദഗ്ധരും സ്കൂബ വിദഗ്ധരും ഒക്കെ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി പരിശ്രമിക്കുകയാണ്. വലിയ കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും. ഇപ്പോൾ വാഹനത്തിൽ റോപ്പ് ഘടിപ്പിക്കുന്ന നടപടിയൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആ ഹുക്കിൽ അത് ഘടിപ്പിച്ചാൽ പൊക്കാൻ കഴിയും, പക്ഷെ അത് അങ്ങോട്ടേക്ക് കൃത്യമായി എത്താത്തതാണ്. അത് പൊക്കിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു സാഹചര്യം ആകാത്തതുകൊണ്ടാണ്. ആ ബെൽറ്റ് താഴേക്ക് എത്താത്തതായിരുന്നു നേരത്തെയുള്ള പ്രതിസന്ധി. പിന്നീട് വീണ്ടും അതിനാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ അവിടെ എത്തിച്ച് ഇപ്പോൾ ഒരു അവസാനവട്ട പരീക്ഷണം കൂടി അവർ നടത്തുകയാണ്. നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ നേരം ഇരുട്ടുന്നതിന് മുൻപ് ആ ലോറി പൊക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. ഡ്രൈവർ ജാഫർ ഇതിൽ നീന്തി രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് നിസ്സാരമായ പരിക്കാണുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ക്ലീനറായ മുസ്തഫ ഈ വാഹനത്തിനിടയിൽ കുടുങ്ങിപ്പോയതാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. അദ്ദേഹവും ആ ലോറിയും ഇപ്പോൾ ആ വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഇത് അപകടമുണ്ടായത് എന്നാണ്. മലപ്പുറത്തെ മലയിൽ ഗ്രൂപ്പിൻ്റെ വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കടകളിൽ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയാണ് ആ വാഹനമാണിത്. അതിലെ ഡ്രൈവറും ക്ലീനറുമാണ് ജാഫറും മുസ്തഫയും. ഇപ്പോൾ ലോറി പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പോലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. അത്രമേൽ ഏകദേശം 60 മുതൽ 70 അടി താഴ്ചയുള്ള വലിയൊരു ക്വാറിയാണ്. അവിടെ ദൃശ്യങ്ങളിൽ തന്നെ മാലിന്യ കവറൊക്കെ കാണാം. പക്ഷേ അത് നാട്ടുകാർ അങ്ങനെ വലിയ രീതിയിൽ സമ്മതിക്കുന്നില്ല. അവർ നേരത്തെ പറഞ്ഞത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് അതിൽ ഉള്ളത് എന്നാണ്. എന്തായാലും അവിടെ തന്നെയുള്ള ആളുകൾ പറയുന്നത് എത്രയോ നാളുകൾ പഴക്കമുള്ള ഒരു ക്വാറിയാണ് അവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടി പൂർണ്ണമായി മുങ്ങിപ്പോയി. ഏകദേശം 1:15-2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ വലിയൊരു ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരുന്നു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും നാട്ടുകാരും ഒക്കെ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി പ്രയത്നിക്കുകയാണ്. ആ ഹുക്കിൽ, ഈ ക്രെയിനിൻ്റെ ഹുക്കിൽ ആ വണ്ടി ഒന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പൊക്കിയെടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അത്രമേൽ ആഴമുള്ള ഒരു ക്വാറിയാണിത്. അവിടുത്തെ ആ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നീക്കിയാണ് ഈ ഉദ്യോഗസ്ഥർ ഈ വെള്ളത്തിലേക്ക് നേരത്തെ ഇറങ്ങിയത്. ഒരു മനുഷ്യൻ ഇപ്പോഴും ആ വെള്ളത്തിൽ എത്രയോ മണിക്കൂറുകളായി അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ഇനിയിപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ വെളിച്ചമടക്കമുള്ള സാമഗ്രികൾ അവിടെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിനു മുൻപ് ഏതെങ്കിലും വിധത്തിൽ അത് പൊക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 5-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു ഈ ഒരു അപകടം നടന്നിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊക്കിയെടുക്കുക എന്നുള്ളതാണ് നിലവിലേറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിനീത, നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 6 മണിയോട് അടുക്കുകയാണ്. ഇപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങേയറ്റം എല്ലാവിധത്തിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപകടം നടന്ന് അല്പസമയത്തിനകം തന്നെ ക്രെയിനൊക്കെ ഈ പ്രദേശത്തേക്ക് ഇടുങ്ങിയൊരു വഴിയാണ്. ആ വഴിയുടെ പ്രത്യേകതയൊക്കെ നമുക്ക് കാണാം. ഈ ഒരു പ്രദേശത്ത് അധികം ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നാൽ പോകാൻ പ്രയാസമുള്ള ഒരു ഇടുങ്ങിയൊരു വഴിയാണ്. അവിടെ നിന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഈ ക്വാറിയിലേക്ക് വീണതാകാം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ സംശയിക്കുന്നത്.
അങ്ങനെ വീണ് ഏകദേശം ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ തന്നെ വാഹനം അടിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയോടടുക്കുന്നു. അതാണ് സായി, 6 മണിയോട് അടുക്കുകയാണ്. നേരം ഇരുട്ടിയാൽ ഇനിയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും. നമ്മൾ കണ്ടു ആ ലോറിയുടെ ചിത്രം. ആ ലോറിയാണ് പുറത്തെടുക്കേണ്ടത്. ഇപ്പോഴും അവിടെ ചങ്ങലയും കയറും ഒന്നും ഘടിപ്പിക്കാൻ പൂർണ്ണതോതിൽ കഴിഞ്ഞിട്ടില്ല. ഇനി ഏറെ ദുഷ്കരമാണ് ആ ലോറി പൊക്കിയെടുക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരു ജീവൻ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നു വെള്ളത്തിനടിയിൽ എന്നതാണ് ഏറ്റവും ദാരുണമായ കാര്യം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമ്മളും കാത്തിരിക്കുകയാണ്.